പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് രണ്ട് ഹവാല ഇടപാടുകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ആൻഡ്രൂ അഗസ്റ്റിൻ, റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിയായിട്ടുള്ള ആൻഡ്രൂ അഗസ്റ്റിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹവാല ഇടപാട് ആരോപണമാണ് വന്നിരിക്കുന്നത്. മറ്റൊന്ന്, വീണ വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൽ ഇഡി സൂചിപ്പിക്കുന്ന ഒരു ഹവാല ഇടപാടാണ്. ഈ രണ്ടാണെങ്കിലും ആൻഡ്രൂ അഗസ്റ്റിന്റേത് വേണമെങ്കിൽ നമുക്ക് പ്രതിരോധിക്കാൻ പറയാം, അതിൽ സർക്കാർ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്തില്ല എന്ന്. പക്ഷെ എന്നിരുന്നാൽ പോലും പിണറായി എന്നും ഞാൻ പറയുന്നില്ല, പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടിടപാടുകൾ ഇതിൽ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോ നിസ്സാരമായിട്ട് നമുക്ക് ഇതിനെ ഒന്നും കാണാനായിട്ട് കഴിയില്ല. ഇതിൽ എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക? ഇതിപ്പോ രണ്ടേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ കഴിയില്ലാത്ത ഒരവസ്ഥയാണ്. ഇപ്പൊ ഓരോന്നോരോന്ന് ഇപ്പം ആൻഡ്രൂ അഗസ്റ്റിന്റെ കേസ് വന്നപ്പോഴതിനാവും ഇദ്ദേഹത്തിന്റെ ഹവാല ഇടപാടുണ്ടെന്ന്, ഡീലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഡീലുകൾ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുന്നത്. ഈ പുറത്തു വരുന്നതിന് പ്രധാന തടസ്സം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല തന്നെയാണ്. അദ്ദേഹം നേരെ മയക്കുമരുന്നിലേക്കും പോയത് തെറ്റാണെന്നല്ല പറയുന്നത്, നല്ല കാര്യം തന്നെ. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഭയമോ ഭീതിയോ അദ്ദേഹത്തെ ഭരിക്കുന്നുണ്ട് എന്ന് ഞാൻ വ്യക്തമായും വിശ്വസിക്കുന്നു. അതിന് ഏറ്റവും സ്പഷ്ടമായ ഉദാഹരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് പോലീസിനെ വിട്ട് വേട്ടയാടി പിടികൂടിയപ്പോൾ അത്ര കരുത്തും ധൈര്യവും കേരള രാഷ്ട്രീയത്തിൽ ആരും അതിനു മുമ്പും പിമ്പും കാണിച്ചിട്ടില്ല. പിന്നാലെ ആഭ്യന്തരമന്ത്രിയായിട്ട് ആ കസേരയിൽ ചടഞ്ഞിരിക്കാൻ വന്ന രമേശ് ചെന്നിത്തല എന്താ ചെയ്തത്? ആ കേസുകൾ മുന്നോട്ട് പോയ ആ ഒരു വേഗമുണ്ടല്ലോ, ആ വേഗം ഡീസലറേറ്റ് ചെയ്ത് പിന്നോട്ട് റിവേഴ്സിലേക്ക് കൊണ്ടുപോയി. കേരളം ഇന്ന് അനുഭവിക്കുന്ന ഈ രാഷ്ട്രീയമായിട്ടുള്ള അശാന്തിയുടെ, ഒരുപക്ഷെ ക്രമസമാധാന നിലയുടെ തന്നെ തകർച്ചയുടെയും ഭീഷണിയുടെയും ഒരു പ്രധാന കാരണം അവിടെ ആ റിവേഴ്സ് പോയതാണ്. ആ ധൈര്യത്തോടു കൂടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആഭ്യന്തരമന്ത്രിയും ഈ രമേശ് ചെന്നിത്തലയെ സ്പീക്കറുമായിട്ട് വയ്ക്കേണ്ടതായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്രമൈസ് ആയിട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോഴത്തെ വിഷയത്തിൽ എങ്ങനെയാണ് രമേശ് ചെന്നിത്തല ഇതിലേക്ക് വരുന്നത്? രമേശ് ചെന്നിത്തല വരുന്നത് ഈ കേസുകളെല്ലാം ഭദ്രമായിട്ട്, ഹവാലയുടെ വളരെ സീരിയസ് ആയിട്ടുള്ള കേസുകളാണ്. കേരളം ചെയ്യാനുള്ള എന്ത് കാര്യങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുള്ളത്? PSCയുടെ കാര്യത്തിൽ PSCയിലുള്ള മുഴുവൻ പേരെയും പുറത്താക്കേണ്ടതാണ്. ക്രിമിനൽ കുറ്റങ്ങളാണ്, ഒഫൻസുകളാണ് ഇവർ ചെയ്തിട്ടുള്ളത്. എന്തിനായിരുന്നു കോക്രോച്ച് സമരമൊക്കെ? അതിനേക്കാൾ ഭീകരമായ തെറ്റ്, ഗുരുതരമായ വീഴ്ചകൾ മനഃപൂർവ്വം ഗവൺമെന്റ് തന്നെ നടത്തുകയാണ്. ഗവൺമെന്റിന്റെ ഭാഗമായിരിക്കുന്ന PSC തന്നെ ചെയ്യുകയാണ്. പക്ഷേ മറ്റേത് സ്വകാര്യ സ്ഥാപനങ്ങളും കോച്ചിങ് സെന്ററുകളും കൂടി ചില അധ്യാപകരും കൂടി ഒരു സ്വയംഭരണ സ്ഥാപനത്തിലേക്ക്, സ്വയംഭരണ സ്ഥാപനമാണ്, ഓർക്കണം, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല, ആ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കൂടിക്കൊണ്ടുള്ള നെക്സസ് ചെയ്ത കാര്യങ്ങളാണ്. അത് ഇതിനേക്കാൾ ഗൗരവം കുറഞ്ഞ കാര്യങ്ങളാണ്. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തിന്റെ കാര്യത്തിൽ ഇവിടെ പൂർണ്ണമായും ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തിലുള്ള അഴിമതിയുടെ കൊടിയ കേന്ദ്രമെന്ന് പറയുന്ന PSCക്കെതിരെ ഒരു വിരൽ ഇതുവരെ ചലിച്ചിട്ടില്ല, ഒരു വിരൽ പോലും ചലിച്ചിട്ടില്ല. ഇൻ ദ സോഫ്റ്റ് കോർണർ. എന്തിനാണ് ഈ സോഫ്റ്റ് കോർണർ? ആൻഡ്രൂ അഗസ്റ്റിൻ ഗുരുതരമായ തെറ്റ്, അദ്ദേഹത്തിന്റെ അത് കേന്ദ്രം ചെയ്യേണ്ടതാണ്. ഇതുവരെ അതിനൊരു രജിസ്ട്രേഷൻ പോലും ശരിയായിട്ട് ലഭിച്ചിട്ടില്ല. ആ സ്ഥാപനത്തിൽ വന്നിരുന്നുകൊണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക, പത്രക്കാരെയും മാധ്യമക്കാരെയും രാഷ്ട്രീയക്കാരെയും അവർക്കെതിരെ പറയുന്നവരെയും സകലമാന പേർക്കെതിരെ കേസ് കൊടുത്ത് ഭീഷണിപ്പെടുത്തുക, മറ്റൊരു തരം ഫാഷിസം അവർ നടപ്പാക്കുക, അതിൻ്റെ കൂടെ കള്ളത്തരത്തിൻ്റെ പേരിൽ, വനം കൊള്ളയുടെ പേരിൽ അവരെ സഹോദരന്മാർ പ്രതികളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളാരുമല്ല കണ്ടെത്തിയത്, കോടതിയാണ്. ആ കോടതി കണ്ടെത്തിയിട്ടും അത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ സഹോദരന്മാർ മുഷ്ക് ഉപയോഗിച്ചുകൊണ്ട് പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇത് അനുവദിക്കുന്ന ആരാ? ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി അല്ലേ? പക്ഷെ ആൻഡ്രൂ അഗസ്റ്റിൻ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളി, അവർക്കെതിരെ മുമ്പും പല കേസുകളും ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അത് വെച്ച് നോക്കിക്കൊണ്ട് നമുക്ക് ഇതിനെ അളക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം മറ്റുള്ളവർ ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അത് വെച്ചല്ല, അവരുടെ കാട്ട് കള്ളന്മാരാണെന്നുള്ളത് വെച്ചല്ല, വീരപ്പന്മാരാണ് അവരെന്നുള്ളത് വെച്ചല്ല നമ്മളിത് ചോദിക്കുന്നത്. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കേരളത്തെ നല്ല നീറ്റായിട്ട് അങ്ങ് പറ്റിച്ചു. ശരി, 126 കോടി രൂപയാണ് ആൻഡ്രൂ അഗസ്റ്റിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ പറയുന്നത്. അല്ല, ആൻഡ്രൂ അഗസ്റ്റിന്
മറ്റു പല കമ്പനികളിൽ നിന്നും വന്നിട്ടുള്ള 206 കോടി രൂപയാണ്. 2 ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഈ 206 കോടി രൂപ വന്നത് എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും ആന്റോ അഗസ്റ്റിന്റെ വെല്ലുവിളി അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോ നമ്മൾ ഒരു ആളെ 1 കോടി ഇനാമാണ് പറയുന്നത്, 1 കോടി. അപ്പൊ അവരെ സംബന്ധിച്ച് അത് ചെറുതായിരിക്കും, പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ച് അത് വലുത് തന്നെയാണ്. അപ്പൊ 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് ആന്റോ അഗസ്റ്റിൻ വെല്ലുവിളിക്കുകയാണ്. ഇത് തെളിയിച്ചാൽ, ഇതിൽ എനിക്ക് പങ്കുണ്ട് എന്ന് തെളിയിച്ചാൽ ഞാൻ ഇത് തരാം എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു വാസ്തവം കാണില്ല. അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് ആന്റോ അഗസ്റ്റിന് അങ്ങനെ ഒരു വെല്ലുവിളി നടത്തുക എന്നുള്ള ഒരു ചോദ്യവും ഉണ്ടല്ലോ. അതെ, ഞാനിതിപ്പോ അഹമ്മദാബാദിലെ കോമൺവെൽത്ത് വരാൻ പോവാ, ഞാൻ കണക്ട് ചെയ്ത് പറയുകയാണ്. ആ കോമൺവെൽത്തിന് മുമ്പ് ഡൽഹി കോമൺവെൽത്ത് നടന്നു. കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവായിരുന്നു അതിന്റെ തലപ്പത്ത് കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നത്. അയാളും ഇതുപോലെ വെല്ലുവിളിച്ചു, ചുണയുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ അഴിമതി നടന്നിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു, പിടിച്ച് ജയിലിലിട്ടു തെളിവ് സഹിതം. അതിന് പിന്നെ അയാൾ രക്ഷപ്പെട്ടിട്ടില്ല. മനസ്സിലായില്ലേ? എന്ന് പറയുന്നത് പോലെ ഈ വെല്ലുവിളികളിലൊന്നും വലിയ കാര്യമില്ല. അത് ഭീതി ബാധിക്കുമ്പോൾ ആളുകൾ വെല്ലുവിളിക്കുക. മുഖ്യമന്ത്രി വെല്ലുവിളിച്ചല്ലോ, ഞാൻ അസംബ്ലിയിൽ പറഞ്ഞ പോലെ എൻ്റെ കൈകൾ ശുദ്ധമാണ്. ഇതല്ല അതിന് വേണ്ട. നിങ്ങൾക്ക് 206 കോടി രൂപ എന്തിന് കിട്ടി? നിങ്ങളുടെ GST എങ്ങനെ, നിങ്ങളുടെ GSTയിൽ നിന്ന് എന്തുകൊണ്ട് ഒഴിവാക്കി മുഖ്യമന്ത്രി? ഡീലല്ലേ അത്? GST എന്ന് പറയുന്നത് ഗവൺമെന്റ് വരുമാനമില്ലാത്ത ഒരു ഗവൺമെന്റിന്റെ, പൂച്ച ഉറങ്ങിക്കിടക്കുന്ന ട്രഷറി ഉള്ള ഗവൺമെന്റിന്റെ ആ ധനാഗമ മാർഗം എങ്ങനെ ഒരു സ്വകാര്യ മുതലാളി ഇല്ലാതാക്കുന്നു? മെസ്സി വരുമെന്ന് പറഞ്ഞതിന് യാതൊരു എവിഡൻസുമില്ല. കേരളം ആകെ പ്രചരിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളെ നീറ്റായി തേച്ചില്ലേ? വൻ ചതിയായി പോയില്ലേ? മെസ്സി എന്ന് പറയുന്നത് വലിയൊരു വികാരമാണ് കേരളത്തിലെ ജനങ്ങൾക്ക്. വരുമെന്ന് പറയുന്ന ആശ കൊടുത്തിട്ട് അത് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ വൻ ചതിയല്ലേ? അതിനകത്ത് വലിയൊരു ചതി നടന്നിട്ടുണ്ട്. ആ ചതി എന്തുകൊണ്ട് ഉത്തരവാദിത്തമായിട്ട് അത് നടപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല? എന്നിട്ട് മെസ്സിയെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. മെസ്സിയെ ചീത്ത വിളിച്ചിട്ട് കാര്യമുണ്ടോ? അവർ വേണ്ടതുപോലെ പ്രോപ്പറായിട്ടുള്ള നടപടികൾ അവർ എടുത്തിട്ടില്ല. അങ്ങനെ പ്രോപ്പറായിട്ടുള്ള നടപടികൾ എടുക്കാത്ത ഞങ്ങളെ കൊണ്ടുവരുന്നു എന്നുള്ള വീരവാദം മുഴക്കിയ ആളുകളെ പറ്റിക്കരുത്. അത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന് വോട്ട് കൂട്ടാനുള്ള ഒരു പരിപാടി കൂടിയായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കണം. കാരണം മലബാർ ഭാഗങ്ങളിലുള്ളവർ മുഴുവൻ ഫുട്ബോളിനെ അന്ധമായിട്ട് ആരാധിക്കുന്നവരാണ്. അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു കുശലം കൂടിയായിരുന്നു ഇതൊന്ന്. പക്ഷേ അതുപോലെ തന്നെ എന്തൊരു വിഷയം വരുമ്പോഴും നമ്മൾ ചേർത്ത് കെട്ടുന്ന പേരാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ എന്ന് പറയുന്ന പേര് ശരിയാണ്, അദ്ദേഹത്തിനെ എതിരെ വിമർശിക്കേണ്ടതിനെ നമ്മൾ വിമർശിക്കുകയൊക്കെ ചെയ്യണം. പക്ഷെ ഒരു സർക്കാർ ഇരിക്കുമ്പോൾ ആ സർക്കാരുമായി ബന്ധപ്പെട്ട ആ കാലയളവിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എങ്ങനെയാണ് ആ ഒരു പേരിലേക്ക് എത്തിച്ചേരാൻ കഴിയുക? തീർച്ചയായിട്ടും അങ്ങനെയാണ് എത്തിച്ചേരേണ്ടത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, നേട്ടങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പേരിലാണല്ലോ എണ്ണപ്പെടുന്നത്. അദ്ദേഹം സൂര്യനാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ലിസ്റ്റ് തന്നല്ലോ. അപ്പൊ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ ഉത്തരവാദിത്വവും അദ്ദേഹത്തിന്റെ അക്കൗണ്ടബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത് നിസ്സാര കാര്യങ്ങളല്ല. അവിടെ ഏതെങ്കിലും ഒരു വീട്ടിലെ ആൾ കള്ളു കുടിച്ചിട്ട് വഴക്കുണ്ടാക്കി നമ്മൾ പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്നില്ല. കോടിക്കണക്കിനുള്ള രൂപയുടെ ഏർപ്പാടാണ്. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സ്പോർട്സ് മന്ത്രി നാടുനീളം പറഞ്ഞു നടന്ന കാര്യമാണ്. അദ്ദേഹം മന്ത്രിസഭയിലെ അംഗമാണ്, മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം ഉള്ളതാണ്. ആ മന്ത്രിസഭയുടെ തലവൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അദ്ദേഹത്തിനോട് ഒരു വിരോധവും ഉണ്ടായിട്ടല്ല നമ്മളിപ്പോൾ കാര്യങ്ങൾ പറയുന്നത്. ഇത് കൂട്ടിക്കെട്ടുകയേ അല്ല. ഇവിടെ ഇതിന് ഉത്തരം പറഞ്ഞാൽ മതി. അദ്ദേഹം ഉത്തരം തന്നിട്ടില്ല. വീണാ വിജയനുമായിട്ട് നടന്ന ഹവാല ഇടപാടിൽ അദ്ദേഹം പറഞ്ഞു 85 വേറെ നിസ്സാര തുകയേ ഉള്ളൂ, 85 ലക്ഷം. ചങ്കുപൊട്ടുന്ന വർത്തമാനമാണ് പറഞ്ഞത്. കേരളത്തിലെ പാവപ്പെട്ട ആവശ്യ വർക്കർമാർ വാങ്ങിക്കുന്നത് കേവലം 13,000 രൂപ മാത്രമാണ്. അതിന്റെ എത്രയോ നിസാരമായിട്ടുള്ള ഒരു ശതമാനം മാത്രമാണ് അവർക്ക് ശമ്പളമായിട്ട് കിട്ടുന്നത്. 85 ലക്ഷം രൂപ നിസാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെന്റൻസും കൂടെ തീർത്തെങ്കിലേ അത് ശരിയാവും. EMS നമ്പൂതിരിപ്പാട് പറഞ്ഞ പോലെ തൊഴിലാളി നാമമാത്ര കർഷകാദി ബഹുജനങ്ങളുടെ പാർട്ടിയായിട്ടുള്ള CPM-ന് എന്നാണ് ഈ 85 ലക്ഷം രൂപ എന്ന് പറയുന്നത് നിസാര തുകയായി വരുന്നത്? വാസ്തവത്തിൽ അതിന്റെ ഒരു ടോട്ടാലിറ്റി എന്ന് പറയുന്നത് 20.28 കോടി രൂപയാണ്. 28 കോടി രൂപ. അതൊക്കെ അദ്ദേഹത്തിന് എന്നാണ് നിസാരമായിട്ട് തീർന്നത്?
അതാണ് ഈ 85 ലക്ഷം രൂപ എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല എന്ന് വെച്ചാൽ പോലും അങ്ങനെയാണ്. കാരണം ഇന്ന് കോടികളുടെ അഴിമതിയാണ് പലരും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷങ്ങൾ എന്ന് പറയുന്നത് പിന്തള്ളപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് കാണുകയല്ല. പാർട്ടി അതുപോലെ വന്നിരിക്കും. കാരണം പാർട്ടിക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന നേതാക്കളുണ്ട്, ശരി, അവർക്ക് അതിങ്ങനെ പറ്റും. പക്ഷെ എന്നിരുന്നാൽ പാവപ്പെട്ടവരിന്നും അതെ, 85 ലക്ഷം രൂപ എന്ന് പറയുന്നത് വലിയ എമൗണ്ട് തന്നെയാണ്, ഇല്ല എന്ന് പറയാം. പക്ഷെ 85 ലക്ഷം രൂപ ഹവാലയായിട്ട് തിരിച്ചങ്ങോട്ടേക്ക്, അതായത് ദുബായിലേക്ക് കടത്തി എന്ന് പറയുന്നതിൽ ഒരു വിശ്വാസ്യത കുറവില്ലേ? എവിടെ വിശ്വാസ്യത കുറവ്? എന്താ വിശ്വാസക്കുറവ്? ഇത് പോയിരിക്കുന്നത് അവിടെ നിന്ന് അപ്പുറം മാത്രമല്ല. വിശ്വാസ്യത വരുത്തേണ്ടത് ആരാണ്? മുഖ്യമന്ത്രി. ദി ഓണർ ഓഫ് പ്രൂവിങ് ദാറ്റ് ഹി ഈസ് ഇന്നസെന്റ് ഈസ് ഓൺ ദ ഹെഡ് ഓഫ് ദി ഫോർമർ ചീഫ് മിനിസ്റ്റർ. എവിടെ എന്ത് തെളിവ്? എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പറയാവുന്ന ഒരു വാക്യമാണ്. ഇത് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് കൊടുത്തത്. നേരത്തെ പറയാമായിരുന്നല്ലോ. ഇന്ന കാര്യത്തിനാണ് വീണ വിജയന് യുക്തിഭദ്രമായിട്ട് ഒരു കാര്യം ഒരു CPM-ന്റെ നേതാവിന് ഇന്നുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിലവർ പരാജയപ്പെട്ടു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ കള്ളത്തരം നടന്നിട്ടുണ്ടെന്നാണ്. എല്ലാ കാര്യത്തിനും യുക്തിഭദ്രമായിട്ടുള്ള മറുപടി നൽകിക്കൊണ്ട് അതിന്റെ പഴുതടയ്ക്കുന്ന ബുദ്ധിയുള്ള ആളാണ് പിണറായി വിജയൻ. നിസ്സാരക്കാരനൊന്നുമല്ല. ഇവിടെ അദ്ദേഹം മറുപടി ഇല്ലാതെ, ആയുധമില്ലാതെ അംഗം നടത്തുന്നവരെ പോലെ നിരായുധനായിട്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഈ പ്രശ്നം. പ്രതിരോധിക്കാൻ ഒരു കവചം പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് പിണറായി വിജയനെ ഈ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. ലാവ്ലിൻ കേസിൽ സമർത്ഥമായിട്ട് അദ്ദേഹം യുക്തിഭദ്രമായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് മലബാർ ക്യാൻസർ സെന്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. പക്ഷെ ഇവിടെ അതല്ല, ഡിഫൻസ്ലെസ് ആവുന്നു. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ആളിനെ എനിക്കറിയാം, അദ്ദേഹവുമായിട്ട് സംവാദങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. യുക്തിഭദ്രമായിട്ട് എതിരാളികളുടെ എല്ലാ വാദമുനകളെയും നിരപ്പാക്കാൻ കഴിയുന്ന ഒരാള് ഇന്നിപ്പോ എന്ത് പറയുന്നു? മറുപടിയില്ല. ഹാപ്പി ഓണം. ഓണത്തിൽ അഭയം തേടുന്നു, മാവേലിയിൽ അഭയം തേടുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയല്ലേ ഇത്? എന്തുകൊണ്ട് അവർ ഡിഫൻസ്ലെസ് ആവുന്നു, ഉത്തരം മുട്ടികളായിത്തീരുന്നു എന്നോട് ബിനോയ് വിശ്വം എന്താ പറഞ്ഞത് ഈ കാര്യത്തെക്കുറിച്ച്? ഹവാല ഇടപാടിനെ കുറിച്ച് ബിസിനസ് വേറെ, രാഷ്ട്രീയം വേറെ. വി വോണ്ട് സപ്പോർട്ട് ഹിം. അതിനെന്താ? നിങ്ങൾക്ക് ഇനി ഒരിക്കലും പ്രതിപക്ഷ നേതാവ് സ്ഥാനം കൊടുക്കില്ല, അത് ഞാൻ തീരുമാനിക്കും, CPM-ന് തന്നെ കൊടുക്കും എന്ന് പിണറായിയെ കൊണ്ട് പറയിപ്പിച്ച ശുണ്ഠിയുടെ ആ ദേഷ്യത്തിൻ്റെ ഒക്കെ കാരണം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായിട്ടുള്ള ആളുകളെ ഇറക്കിക്കൊണ്ട് LDF-നെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് വീണാ വിജയനിലൂടെ, വീണാ വിജയനെ ഞാൻ കുറ്റം പറയുന്നില്ല, അവർ ഇന്നസെന്റ് ആയിട്ടുള്ള പെൺകുട്ടിയായിരിക്കാം, വീണാ വിജയനിലൂടെ പിണറായി വിജയൻ നടത്തി എന്ന് സംശയിക്കാവുന്ന ഒരു അഴിമതിയുടെ ശൃംഖലയാണിത്. വീണാ വിജയൻ ഒരു ബന്ധവുമില്ല ഈ മറ്റേ ഹവാലയുമായിട്ട്, ആന്റോ അഗസ്റ്റിനുമായിട്ടും മെസ്സിയുമായിട്ടും ബന്ധപ്പെട്ട ഹവാലയിൽ അവരുടെ പേരേ ഇല്ല, നമ്മളത് പറയുന്നേ ഇല്ല, അവരക്കാര്യം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ അതിലും GST എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിക്ക്? GST എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രങ്ങളും കൂടി ഏർപ്പെടുത്തിയ ഒരു ടാക്സ് വ്യവസ്ഥയാണ്, നികുതി വ്യവസ്ഥയാണ്. അതിനെ അട്ടിമറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അധികാരത്തിൻ്റെ ദുർവിനിയോഗവും അഴിമതിയുടെ ഒരു വലിയ തരത്തിലുള്ള ആസൂത്രണവുമാണ് നടന്നിരിക്കുന്നത്. ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും ഭരണാധികാരികൾ തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഒരു മറുപടിയും ഇല്ലാതിരിക്കുന്ന ആൾ എങ്ങനെ ED ചോദിച്ചാൽ മറുപടി പറയുന്നത്? നല്ല വക്കീലിനെ വെച്ച് ആദ്യം കേസ് ഇങ്ങനെ മാറ്റി 300 തവണയോ 30 തവണയോ മാറ്റി വയ്ക്കുക, ലാവ്ലിൻ കേസ് പോലെ. അത് ചെയ്യും, അതവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. പണമുണ്ടെങ്കിൽ അങ്ങനെ ഒരു സൗജന്യം, നമുക്കൊന്നുമില്ലാത്ത ഒരു സൗകര്യമുണ്ട്. പക്ഷേ മനസാക്ഷിയുടെ കോടതിക്ക് മുമ്പിൽ അദ്ദേഹം കുറ്റവാളിയായിട്ട് നിൽക്കുകയാണ്. കേരളത്തിന്റെ മനസാക്ഷിയുടെ കോടതിക്ക് മുമ്പിൽ ഇനി ഓരോരോ കാര്യം. ഇതിൽ സോഫ്റ്റ് കോർണർ കളിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. ഇതിനകത്ത് ഇപ്പോൾ അഭിഭാഷകന്മാരെക്കായി നന്നായിട്ട് അദ്ദേഹത്തിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തലയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പല കാര്യങ്ങളിലും അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് മയക്കുമരുന്നിലേക്ക്. അത് തെറ്റാണെന്ന് പറയുകയല്ല, ഇങ്ങോട്ട് ശ്രദ്ധ പോകുന്നില്ല എന്നുള്ളതാണ്. VD സതീശനും വലിയ സോഫ്റ്റ് കോർണറാണ്. ഈ CPM എടുത്ത തെറ്റുകൾ തിരുത്തുന്നതിൻ്റെ പേരിൽ അതിന് വില അവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ കൊടുക്കേണ്ടി വരുമെന്നുള്ള ഒരു കാര്യം കൂടി അവശേഷിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടുമെന്നുള്ള മുഷ്കൊന്നും വേണ്ട. നിങ്ങളിപ്പോൾ ആ പ്രതികളെയൊക്കെ പിടിച്ചിട്ട് ED-യെ ആക്രമിച്ച പ്രതികളെ പോലീസിന്റെ സഹായത്തോടെ കൊച്ചു കുട്ടികളെ ആട്ടുന്ന പോലെ ഊഞ്ഞാലിലാട്ടിയത് കൊണ്ടൊന്നും ഇതിന്റെ ആ പാപഭാരം തീരുന്നില്ല. ശിക്ഷിക്കപ്പെടും. കാരണം നരേന്ദ്രമോദിയാണ്, നരേന്ദ്രമോദി ആയിരിക്കും ഇനി ഇന്ത്യ ഭരിക്കുക.